ഹായ് ഓൾ, വെൽക്കം ടു ലെനോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മുടെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഡ്രോയിങ് ബോർഡാണ്. ഓക്കെ, ഡ്രോയിങ് ബോർഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ് ദ ഡ്രോയിങ് പേപ്പർ ഓർ ട്രേസിംഗ് പേപ്പർ ഫോർ മേക്കിംഗ് ഡ്രോയിങ്സ്. ഓക്കെ, സോ ഇവിടെ ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നോക്കാം, ഇതാണ് അതിൻ്റെ ബോട്ടം സൈഡ്. ഓക്കെ, സോ ഇതിനൊരു 3 പാർട്സ് ആണ്. മെയിൻലി ബാറ്റൻസ്, എബോണി എഡ്ജ്, വർക്കിംഗ് എഡ്ജ്. ഇത് മൂന്നുമാണ് ഇതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് വെൽ സീസൺ ഹാർഡ്വുഡ് സ്ട്രിപ്സ് ഓഫ് അബൌട്ട് 25 mm തിക്ക്. ഓക്കെ, ദെൻ ഇതിൽ യൂസ് ചെയ്യുന്നതാണ് ബാറ്റൻ. ബാറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബാറ്റൻ, ഈ ഒരു എഡ്ജ്. ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് വാർപ്പിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം പെർമിറ്റ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ സ്ട്രിപ്സ് ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് മോയ്സ്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ പ്രിവെൻറ്റ് വാർപ്പിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. ഓക്കെ, then one of the shorter edge of the drawing board is provided with an ebony edge. ഓക്കെ, അപ്പോൾ ഷോർട്ടർ എഡ്ജിലാണ് നമ്മൾ ഈ എബോണി എഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണ് എബോണി അല്ലെങ്കിൽ ഹാർഡ്വുഡ്. ഫിറ്റഡ് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ഈ ഡ്രോയിങ് ബോർഡ്സ്, അതായത് IS കോഡിൽ സ്പെസിഫൈ ചെയ്യുന്നത് ഏതാണ്? ഈ ഡ്രോയിങ് ബോർഡ്സിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന IS കോഡ് എന്ന് പറയുന്നത് IS 1444989 ആണ്. ഓക്കെ, സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന് കുറച്ച് ഡെസിഗ്നേഷൻസ് ഉണ്ട്. അതായത് ഡ്രോയിങ് ബോർഡ്സ് ഓരോ സൈസിൽ 4 ഡെസിഗ്നേഷൻ കൊടുക്കുന്നുണ്ട്. D0, D1, D2, D3. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ MM പറയുന്നത് ലെങ്ത് ബൈ വിഡ്ത്ത് ബൈ തിക്നെസ് ആണ്. അപ്പോൾ D0 ആണെങ്കിൽ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1500 by 1000 by 25 ആയിരിക്കും. ഓക്കെ, D1 എന്ന് പറഞ്ഞാൽ 1000 by 700 by 25 ആയിരിക്കും. ഓക്കെ, ദെൻ D2 എന്ന് പറഞ്ഞു വെച്ചാൽ 700 by 500 by 15 ആയിരിക്കും. ദെൻ D3 എന്ന് പറഞ്ഞാൽ 500 by 350 by 15 mm ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡെസിഗ്നേഷൻ. D0, D1, D2, D3. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്യുപ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് T സ്ക്വയർ. T സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന് 2 പാർട്സ് ആണുള്ളത്. ഈ ഒരു ഫിഗർ കണ്ടോ, ഇതാണ് T സ്ക്വയർ. ഇവിടെ ഒരു ഹെഡും ഉണ്ടാവും, ഇവിടെ ഒരു ബ്ലേഡ് സൈഡ്. അതായത് ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെങ്ത് ആണ് ബ്ലേഡ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, so main 2 parts ആണുള്ളത്, head and blade. Okay, it is used to draw എന്തിനൊക്കെയാണ്? horizontal lines, parallel lines and to hold the set squares, stencils, etc. അതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് T സ്ക്വയറിൻ്റെ. Then it should be never be used as a hammer ആയിട്ടോ അല്ലെങ്കിൽ or as guide for trimming papers. T സ്ക്വയർ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, it should be used to draw horizontal lines, parallel lines and to hold the set squares, stencils, etc. ഓക്കെ, അപ്പോൾ ഇവിടെ T സ്ക്വയർ നമ്മളൊരു ഡ്രോയിങ് ഷീറ്റിൽ ലേ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഈ ഒരു ഹെഡ് ഭാഗം, അതായത് ഇതിന് ഈ ഡ്രോയിങ് ഷീറ്റിന് കറക്റ്റായിട്ട് വർക്കിംഗ് എഡ്ജ് ഓഫ് ദ T സ്ക്വയർ ഹെഡ് മസ്റ്റ് ബി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കും, അതായത് ബ്ലേഡ് ലെങ്ത്തും പാരലായിട്ട് വെച്ചിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ ലൈന് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ T സ്ക്വയർ ആൻഡ് ഡ്രോയിങ് ബോർഡ് ലേ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡ്രോയിങ് ബോർഡ്സ് പോലെ തന്നെ T സ്ക്വയറിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് IS 1360/1989 ആണ്. ഓക്കെ, അപ്പോൾ IS കോഡ് 1360/1989 പറയുന്നത് T സ്ക്വയറിൻ്റെ ഡെസിഗ്നേഷൻസും കാര്യങ്ങളുമാണ്. ഓക്കെ, സോ അതിന് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് T0, T1, T2, T3 ആണ്. അത് ബ്ലേഡ് ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ അവനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ T0 എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്ലേഡ് ലെങ്ത് എന്ന് പറയുന്നത് 1500 ആയിരിക്കും. T1 എന്ന് പറയുമ്പോൾ അത് 1000 ആയിരിക്കും. T2 എന്ന് പറയുമ്പോൾ 700 ആൻഡ് T3 എന്ന് പറയുമ്പോൾ 500 ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റർ. ഓക്കെ, ഡ്രാഫ്റ്ററിനെയാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് മെഷീൻ പറയുന്നത്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് സെർവ്സ് എ ഫങ്ഷൻ ഓഫ് എ T സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ ആൻഡ് എ സ്കെയിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡ്രാഫ്റ്റർ എന്താണെന്ന് അറിയാം. ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് അതിൽ നമുക്ക് T സ്ക്വയർ ഉണ്ടാവും, സെറ്റ് സ്ക്വയർ ഉണ്ടാവും, പ്രൊട്രാക്ടർ ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. അതെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും ഡ്രോയിങ് ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ ഈ ഡ്രാഫ്റ്റർ എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് എഡ്ജ് ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് ബോർഡ് മൗണ്ടഡ് ഓൺ എ അഡ്ജസ്റ്റബിൾ ഫ്രെയിം ഓർ
ടേബിൾ. ഓക്കെ, ടോപ്പ് ലെഫ്റ്റിൽ നമ്മളിവിടെ ഈ ഒരു ഭാഗം ഇത് ടൈറ്റൻ ചെയ്തിട്ട് അവിടെ വെക്കും ഡ്രോയിങ് ഷീറ്റിൻ്റെ മേലെയായിട്ട്. ഓക്കെ, ദ ആംഗിൾ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് ബോർഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ പെഡൽ ഓപ്പറേറ്റിംഗ് system. Okay, then the protractor head has a spring loaded clutch relieving handle which rotates and locks at 150 intervals automatically. ഓക്കെ, അതായത് ഇതൊരു ഡ്രോയിങ് ബോർഡിൽ ഇവിടെ ലെഫ്റ്റ് കോർണറിൽ കണ്ടില്ലേ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റ്. അപ്പോൾ നമുക്കിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇത് പ്രൊട്രാക്ടറാണ്, നമുക്കിങ്ങനെ ഇവിടെ ഈ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഡ്രാഫ്റ്ററിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ഇറേസിംഗ് ഷീൽഡ്. ഇറേസിംഗ് ഷീൽഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് എ പാർട്ട് ഓഫ് എ ലൈൻ ഓർ sums among many other lines need to be erased or modified and erasing shield is used. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ അതായത് പ്ലാൻ വരച്ചു, ഒരു സൈഡ് പ്ലാൻ വരച്ചു എന്ന് വയ്ക്കുമോ, അതിൻ്റെ ഇടയിലുള്ള ചെറിയ ലൈൻസ് എന്തെങ്കിലും നമുക്ക് ഇറേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇറേസിംഗ് ഷീൽഡ്, ഈ ഡയഗ്രം കണ്ടോ, ഇങ്ങനത്തെ ഒരു ഇറേസിംഗ് ഷീൽഡ് വെച്ചിട്ട് ആ പർട്ടിക്കുലർ സ്ഥലത്ത് എവിടെയാണോ ആ ലൈൻ വരച്ചത് നമുക്ക് മാറിപ്പോയത് അത് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ കൂടെ നമുക്കിങ്ങനെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഇറേസിംഗ് ഷീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ലൈൻസ് ആയിക്കോട്ടെ, ആർക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിക്കോട്ടെ, ട്രയാങ്കിൾ, സർക്കിൾ, അങ്ങനെ ഏത് പാർട്ടാണോ അത് കറക്റ്റ് വരുന്ന അവിടെ ഇത് കൊണ്ട് വെക്കുക, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇറേസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ഈസ് എ തിൻ മെറ്റാലിക് ഷീറ്റ് ഹാവിങ് എ സ്മോൾ ഓപ്പണിംഗ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്സ്. അതായത് ഡിഫറെൻറ്റ് സൈസിലും ഷേപ്പിലും ആയിരിക്കും ഈ ഇറേസിംഗ് ഷീൽഡ് ഉണ്ടാവുക. A suitable opening is aligned to the line to be erased and the line is removed by the eraser. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് അത് ഇറേസ് ചെയ്ത് കളയും. ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയറിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന IS കോഡ് എന്ന് പറയുന്നത് 1361/1988. ഓക്കെ, ട്രാൻസ്പാരൻറ്റ് സെല്ലുലോയിഡ് ഓർ പ്ലാസ്റ്റിക് സെറ്റ് സ്ക്വയേഴ്സ് ആർ പ്രിഫേർഡ്. എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് സെറ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സെല്ലുലോയിഡ് ആണ് പ്രിഫർ ചെയ്യുക. പിന്നെ ദെൻ സെറ്റ് സ്ക്വയർ വിത്ത് 60 to 30 ഡിഗ്രി ഓഫ് 250 mm ആൻഡ് 45 ഡിഗ്രി ഓഫ് 200 mm ലോങ് ആണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് പീരിയോഡിക്കലി ആസ് ദേ ലൂസ് ദിയർ അക്യുറസി ഡ്യൂ ടു ഇന്റേണൽ സ്ട്രെയിൻസ്. അപ്പോൾ എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്യും. Then it is used to draw all straight lines except horizontal lines. Okay. Then with the help of mini drafter, angular lines in the multiples of 15 degree can be drawn. അതേപോലെ നമുക്ക് ഡ്രാഫ്റ്റിൻ്റെ യൂസ് വെച്ച് സെറ്റ് സ്ക്വയറും ഡ്രാഫ്റ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആംഗുലാർ ലൈൻസ് ഇൻ ദ മൾട്ടിപ്പിൾസ് ഓഫ് 15 ഡിഗ്രീസ് ഡ്രോ ചെയ്യാൻ പറ്റും. Then parallel lines to a given inclined line and perpendicular lines can also be drawn. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ടെണ്ണം നമ്മൾ പറഞ്ഞല്ലോ, 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉണ്ട്, 30 to 60 ഡിഗ്രി സെറ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, താങ്ക് യു.